ഹലോ കൂട്ടുകാരെ, ഫിലിമി ഹവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്ക് എന്ന സിനിമ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാർക്ക് എന്ന സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ ആണ്. സോ മാർക്ക് എന്ന സിനിമ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെർത്താണോ, അല്ലെങ്കിൽ അവർ കൊടുത്ത ഹൈപ്പിനുള്ള മുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150% അല്ലെങ്കിൽ 200% ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള സാധനം അവിടെ കിട്ടും നിങ്ങൾക്ക്. അതായത് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ പറ്റിയിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സിനിമയിൽ വരാൻ പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നമ്മൾ ഈ സിനിമ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ശരിക്കും എന്റെ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു പോയ കാര്യത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്. അതായത് ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് വെളിയിറങ്ങുന്ന സമയത്ത് എന്റെ തലയിൽ നിന്ന് ആ ഒരു കണ്ട സാധനങ്ങൾ പോകാതെ അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം അത്രയ്ക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള, അത്രയ്ക്കും വയലൻസ് ഉള്ള ഒരു പടം ഞാൻ ഇന്ത്യൻ സിനിമയിൽ കണ്ടത് വെച്ച് ഏറ്റവും കൂടുതൽ ബ്രൂട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വയലൻസ് ഉള്ള ഒരു പടമാണ് മാർക്കോ എന്ന് പറയുന്നത്. സോ അതിന്റെ അണിയറവൃത്തർ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ സിനിമയ്ക്കകത്ത് അതിനുള്ള മുതൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ മേക്കിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഫൈറ്റിലാണെങ്കിലും എല്ലാത്തിലും പടം വേറെ ലെവൽ എന്ന് പറയാം. സോ നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത പടം. ഞാൻ ഇതിനെ വെറുതെ ഹൈപ്പ് കൂട്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത് പറയുമല്ല, നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. പിന്നെ 18 വയസ്സിന് താഴെയുള്ള ആരും തന്നെ ഈ സിനിമ പോയി കാണാതിരിക്കുക. കാരണം അതുപോലത്തെ കുറെ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 18 വയസ്സ് താഴെയുള്ള ആരും തന്നെ സിനിമ കാണാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ സിനിമ കാണാൻ പോകുമ്പോഴേ കുറച്ച് മനക്കെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം സിനിമ പോയി കാണാൻ. ഇനി അടുത്തത് ഇതിന്റെ സ്റ്റോറിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്റ്റോറി തന്നെയാണ് പോകുന്നത്. അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഫാമിലി, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ് സിനിമയിലൂടെ കാണിച്ചു പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി റിവെഞ്ച് ആണ് കാണിക്കുന്നത്. അതായത് തന്റെ ഫാമിലി ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു റിവെഞ്ച് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫൈറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേരെ മാർക്ക് കൊല്ലുന്നൊക്കെ ഉണ്ട്. ആ കൊല്ലുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. അതായത് എക്സാക്ട്ലി ഒരു കാരണത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ ഒരു റീസണിന്റെ പുറത്താണ് മാർക്ക് ഓരോരുത്തരെ കൊല്ലുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ പടത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് മാർക്കോ അടിക്കുന്ന ഓരോ അടിയും അല്ലെങ്കിൽ ഓരോരുത്തരെ കൊല്ലുമ്പോഴും അത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ഷോക്കാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയുടെ ഇൻട്രോ ആണ്. അതായത് ആ ഒരു മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രോ സീൻ ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഇൻട്രോ നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്നുള്ള കാര്യം. അതായത് മോസ്റ്റ് വയലന്റ് ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. കാരണം അമ്മാതിരി സാധനമാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ക്യാമറ ആംഗിളിലാണെങ്കിലും ആ എടുത്തു വെച്ച രീതിയിലാണെങ്കിൽ പോലും വേറെ ലെവല്, ഒരു രക്ഷയില്ല. വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് ഈ പടം ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു പടം എടുക്കാൻ കാണിച്ച ആ ഒരു പ്രൊഡ്യൂസറിന്റെ ആ ഒരു എന്താ പറയുക ധൈര്യം ഉണ്ടല്ലോ, അതിനൊരു ഹാർട്സ് ഓഫ് തന്നെ കൊടുക്കണം കേട്ടോ. അതുപോലെയാണ് പുള്ളിക്കാർ എടുത്തിരിക്കുന്ന ആ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ. ആ ഒരു റിസ്ക് എടുത്തതിനുള്ള സാധനം പടത്തിനകത്ത് ഉണ്ട്. ആൾക്കാർ അതുപോലെ ഏറ്റെടുത്തിട്ടുണ്ട് പടം. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ജഗദീഷ് ഏട്ടന്റെ കഥാപാത്രം. അതായത് നമ്മൾ ഇതുവരെ കണ്ടുപോലത്തെ ഒരു ക്യാരക്ടറെ അല്ല പുള്ളിക്കാരെ ചെയ്തു വെച്ചിരിക്കുന്നത്. കൈൻഡ്ലി ഡിഫറെന്റ് ആണ്. അതായത് പണ്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കഥാപാത്രം ഇപ്പോ ദാണ്ടെ ഇതുപോലൊരു വയലന്റ് മൂവിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് പോയി കണ്ടു തന്നെ നോക്കണം കേട്ടോ. എനിക്കൊന്ന് ജഗദീഷ് ഏട്ടന്റെ ഒരുപാട് സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് OTT കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സോ പുള്ളിക്കാരെ ഈ മൂവി ചെയ്ത സീനുകളുണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനുകളാണ് കേട്ടോ. സോ ഞാൻ എന്തായാലും ഒന്നുകൂടി പറയാണ്, വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ സിനിമയുടെ BGM സ്കോറിംഗ് നോക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ടാണ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ഈ പടത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂവിനും ഒരു ഹാർട്സ് ഓഫ് തന്നെ തരികയാണ്. കാരണം അതിനുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഉണ്ണിമോഹന്റെ പെർഫോമൻസ്, ശരിക്കും പറഞ്ഞാൽ സീരിയസ്ലി ഈ റോള് വേറെ ആര് ചെയ്താലും ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആവില്ല. അതായത് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് മാറില്ലെന്ന് തന്നെ ഫ്രാങ്കിലി ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ബ്രൂട്ടാലിറ്റി വയലൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും കില്ല് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കില്ലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കില്ലിന്റെ അപ്പാപ്പനായിട്ട് വരും ഈ ഒരു പടം എന്ന് പറയുന്നത്. കാരണം കില്ലിനകത്ത് അത്രയ്ക്ക് വലിയ വയലൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയലൻസ് ഉള്ള ഒരു പടമാണ് കില്ല്. കില്ല് കാണിക്കുന്നത് ഒരു ട്രെയിനകത്തുള്ള ഒരു സീനാണ്, അല്ലെങ്കിൽ ട്രെയിനകത്ത് നടക്കുന്ന സംഭവമാണ് കാണിക്കുന്നതെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സോ കൈൻഡ്ലി നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഫാമിലിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാള് എന്റെ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ മാർക്കോ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സീന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സിനിമയിൽ വയലൻസ് ആണെങ്കിലും എന്തിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിൽ അവർ മാക്സിമം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിനപ്പുറം വന്ന കാര്യങ്ങളൊക്കെയാണ് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അത് ഇവരല്ല കട്ട് ചെയ്ത് കളഞ്ഞത്, ആ ഒരു സെൻസർ ബോർഡിൽ ആ ഒരു ആൾക്കാർ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞ സീന് പലതും ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സീൻ തന്നെ സിനിമയ്ക്കകത്ത് വരുമെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. കാരണം അങ്ങനെ ഒരു സിനിമ ഇല്ലെന്ന് വിചാരിച്ചേക്കും നമ്മൾ പോകുന്നത്. നമ്മൾ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ സീൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ കുറെ ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയുന്നത് കണ്ടു. അതായത് പടത്തിനകത്ത് ഡയലോഗ് ഡെലിവറിയിൽ കുറെ ഇതൊക്കെ ഉണ്ട്, ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ പറയുന്നവർ എന്ത് അർത്ഥത്തിലാണ് ഈ സിനിമ കണ്ടിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം KGF ആണെങ്കിലും സലാർ ആണെങ്കിലും അങ്ങനത്തെ ബ്രഹ്മാണ്ഡ പടങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്കും അങ്ങനത്തെ ഹൈപ്പ് വരുന്ന പടങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ
ഡയലോഗ് വളരെ കുറവായിരിക്കും. ഹീറോയുടെ ആണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ആണെങ്കിലും ഡയലോഗ്സ് വളരെ കുറവായിരിക്കും. പക്ഷെ പറയുന്ന ഡയലോഗ്സിൽ ഒരു പഞ്ച് കാണും. പക്ഷേ എങ്കിൽ സിനിമയ്ക്കകത്തുള്ള ആക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള പടങ്ങളിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അല്ലാതെ ഫീൽ ഗുഡ് പടങ്ങളിൽ കാണുന്ന തൊട്ട് അല്ലെങ്കിൽ ലവ് സ്റ്റോറിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി പടങ്ങളിൽ കാണുന്നതിന്റെ തൊട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാനേ പാടില്ല. ഇങ്ങനെയുള്ള പടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അതിന് അണിയറ പ്രവർത്തകർ വ്യക്തമായിട്ട് പറയും. അതായത് ഈ ഒരു മാർക്കോയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതിന് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈപ്പിനുള്ള സാധനം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അതായത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രീതിയിൽ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് മിക്കായലുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മിക്കായലുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതായത് ഈ സിനിമയും മിക്കായൽ എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിവേഴ്സ് നടക്കുന്ന കഥയാണ്, അല്ലെങ്കിൽ രണ്ട് പാരലൽ യൂണിവേഴ്സ് പോലെ നടക്കുന്ന കഥയാണ്. മിക്കായലായിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പാടില്ല. ഇതിനകത്ത് സിംഗിൾ ഷോട്ട് പോലെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതായത് ഒരു സ്റ്റെയറിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് എടുത്തിരിക്കുന്നത്. കിളി പോകുന്ന രീതിയിലാണ് ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഓവറായിട്ട് ഹൈപ്പ് വരുന്നില്ല. നിങ്ങൾ എന്തായാലും ഉള്ള ഹൈപ്പ് വെച്ച് പോയി പടം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള സാധനം അവിടുന്ന് കിട്ടും, ഉറപ്പാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനായിട്ടുള്ളത്.